KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തം. ബജറ്റ് ദിനത്തിൽ നിയമസഭയിലെ കയ്യാങ്കളി, 6 പ്രതിപക്ഷ MLA-മാർക്കെതിരെ കേസെടുത്തു. ഹരിയാനയിൽ പശുവിനെ കടത്തുന്നതിനിടെ വെടിവെപ്പ്, ഒരാൾ കൊല്ലപ്പെട്ടു. പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ മോദി വിദേശ മാധ്യമങ്ങളെ സ്വാധീനിച്ചുവെന്ന് വെളിപ്പെടുത്തൽ. അഹ്ബാബുൽ ഗൗസിയയുടെ പ്രഥമ കുണ്ടൂർ ഉസ്താദ് സ്മാരക അവാർഡിന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അർഹനായി. സഖാഫികൾ വക മർക്കസിന് ആംബുലൻസ്, അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ താക്കോൽദാനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. മാധ്യമധർമ്മവും സംസ്കാരവും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത വാർത്തകളാണ് ഇന്നലെ ചാനലുകളിൽ നിറഞ്ഞുനിന്നത്. വാർത്തകൾക്ക് വിവാദമുഖം സൃഷ്ടിക്കാൻ വെമ്പൽ കൊള്ളുന്ന മാധ്യമങ്ങൾ ഒരു മതപണ്ഡിതന്റെ പേരിൽ കള്ളവാർത്ത ചമച്ചായിരുന്നു ഇന്നലെ വിവാദത്തിന്റെ പുകമറ സൃഷ്ടിച്ചത്. ബജറ്റ് ദിനത്തിലെ കയ്യാങ്കളിയുടെ പേരിൽ 6 പ്രതിപക്ഷ MLA-മാർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. 2 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്നാണ് കേസ്. വി ശിവൻകുട്ടി, EP ജയരാജൻ എന്നിവരടക്കം 6 പേരാണ് പ്രതികൾ. നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചാണ് പ്രതിപക്ഷ MLA-മാരെ പ്രതികളാക്കി കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. സ്പീക്കറുടെ ഡയസിൽ കയറി കസേര വലിച്ചിഴച്ച് പുറത്തേക്കെറിഞ്ഞത് EP ജയരാജനും KT ജലീലും ചേർന്നാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. വി ശിവൻകുട്ടി, K അജിത്, CK സദാശിവൻ, കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്നിവർ സ്പീക്കറുടെ കമ്പ്യൂട്ടറടക്കം സാധനങ്ങൾ അടിച്ചു തകർത്തതിനും തെളിവ് ലഭിച്ചു. നിയമസഭാ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളും ജീവനക്കാരുടെയും സ്വതന്ത്ര സാക്ഷികളുടെയും മൊഴികളും പരിശോധിച്ച ക്രൈംബ്രാഞ്ച് സംഘം പ്രതിപക്ഷ MLA-മാർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും സംഘം ചേർന്ന് അക്രമം നടത്തിയതിനും കേസെടുക്കുകയായിരുന്നു. FIR തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. പ്രതിപക്ഷ MLA-മാരെ കള്ളക്കേസിൽ കുടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് EP ജയരാജൻ MLA പ്രതികരിച്ചു. അതേസമയം പ്രതിപക്ഷ വനിതാ MLA-മാരുടെ പരാതിയിൽ ഭരണപക്ഷത്തെ K ശിവദാസൻ നായർ, AT ജോർജ്, MA വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർക്കെതിരെ നേരത്തെ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തിരുന്നു. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ 2 കേസുകളും സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. സ്വവർഗാനുരാഗികൾക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലൈംഗികത സംബന്ധിച്ച 2014 വിധി പുനഃപരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ വിധിയുടെ കാര്യത്തിൽ മാറി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ലക്ഷക്കണക്കിന് പേർ സ്വവർഗ ലൈംഗികതയെ പിന്തുണയ്ക്കുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കാനാകില്ലെന്ന് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞു. ഇതു സംബന്ധിച്ച IPC-യിലെ സെക്ഷൻ 377 വകുപ്പ് പാർലമെന്റിന്റെ ഇടപെടലിലൂടെ മാത്രമേ മാറ്റാൻ കഴിയൂ എന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിലപാട്. സന്നദ്ധ സംഘടനകൾ ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ജഡ്ജിമാർ സ്വാതന്ത്ര്യത്തിനു മുമ്പ് രൂപവൽക്കരിച്ച ഈ വകുപ്പിന്റെ പേരിൽ കൈമലർത്തുകയായിരുന്നു. മാറിയ കാലത്ത് നിയമങ്ങളും മാറ്റേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ഇതിന് അനുകൂലമായി ജെയ്റ്റ്ലി രംഗത്തെത്തിയത്. പശുവിനെ കടത്തുന്നതിനിടെ പോലീസുമായുണ്ടായ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ഹരിയാനയിലെ കുരുക്ഷേത്ര ജില്ലയിൽ ഇന്ന് രാവിലെയാണ് സംഭവം. പിക്കപ്പ് വാനിൽ പശുവിനെ കടത്തുമ്പോൾ പോലീസും നാട്ടുകാരും ചേർന്ന് തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. കള്ളക്കടത്തുകാർ കൺട്രോൾ റൂം വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയും പോലീസിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഇതോടെ പോലീസ് തിരിച്ചു വെടിവെച്ചു. ഇതിലാണ് ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. പശുവിനെ കൊല്ലുന്നതും ഇറച്ചിക്കായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തുന്നതും ഹരിയാനയിൽ BJP സർക്കാരാണ് നിയമം മൂലം നിരോധിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ബേബി ഡാമിലും ചോർച്ച, വൈഗ ഡാമിലെ ജലം തുറന്നുവിട്ടു. വിശദമായ റിപ്പോർട്ടിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെ പ്രധാന അണക്കെട്ടിലും ബേബി ഡാമിലും വൻ ചോർച്ച കണ്ടെത്തി. ശനിയാഴ്ച അണക്കെട്ടിലെത്തിയ ഉപസമിതി അംഗങ്ങളാണ് ഇരു ഡാമും ചോരുന്നത് കണ്ടെത്തിയത്. പ്രധാന അണക്കെട്ടിലെ 11, 13, 16, 17, 18, 19 ബ്ലോക്കുകളിലൂടെയാണ് ജലം ചോരുന്നത്. ബേബി ഡാമിൽ പുതുതായി കണ്ടെത്തിയ ചോർച്ച 116 അടിയിലാണ് ഉള്ളത്. ബേബി ഡാമിന്റെ ചുവട്ടിലൂടെ മുമ്പുണ്ടായിരുന്ന ചോർച്ചയ്ക്ക് ഒപ്പമാണ് ഇടതുഭാഗത്ത് പുതിയ ചോർച്ച കാണപ്പെട്ടത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 138 അടി ജലമാണുള്ളത്.
അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 1104 ഘന അടി ജലമാണ് ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. ജലനിരപ്പ് ഉയർന്നതോടെ അണക്കെട്ടിന്റെ ഗാലറിക്കുള്ളിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന സീപ്പേജ് ജലത്തിന്റെ അളവ് മിനിറ്റിൽ 150 ലിറ്ററായി വർദ്ധിച്ചു. പ്രധാന അണക്കെട്ടിൽ ജലനിരപ്പ് 136 എത്തുന്നതോടെ മുമ്പ് കാണപ്പെട്ട ചോർച്ചകളെല്ലാം കേരളമറിയാതെ സിമന്റ് ഗൌട്ടും ടാറും ഉപയോഗിച്ച് തമിഴ്നാട് അടച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അണക്കെട്ട് വീണ്ടും ചോരുന്നത്. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ നിർമ്മാണത്തിന് ഉപയോഗിച്ച സുർക്കി മിശ്രിതം ഉൾപ്പെടെ ചോർച്ചയിലൂടെ പുറത്തേക്ക് ഒഴുകി നഷ്ടപ്പെടുന്നത് ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനിടെ മുല്ലപ്പെരിയാർ ജലം സംഭരിക്കുന്ന തേനി ജില്ലയിലെ വൈഗ അണക്കെട്ടിൽ നിന്ന് ജലം വൻതോതിൽ തുറന്നുവിട്ട് ജലനിരപ്പ് താഴ്ത്താൻ തമിഴ്നാട് ശ്രമം തുടങ്ങി. 72 അടി സംഭരണശേഷിയുള്ള വൈഗ അണക്കെട്ടിൽ 68.57 അടി ജലമാണുള്ളത്. അവിടെ നിന്ന് സെക്കൻഡിൽ 4000 ഘന അടി ജലമാണ് ശനിയാഴ്ച തുറന്നുവിട്ടത്. മുല്ലപ്പെരിയാറിൽ ചോർച്ച കണ്ടതോടെയാണ് വൈഗയിലെ ജലം തുറന്നുവിട്ടത് എന്നാണ് വിവരം. ആവശ്യമെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ ജലം വൈഗയിലെത്തിച്ച് സംഭരിക്കാനാണ് തമിഴ്നാട് നീക്കം. നിലവിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് സെക്കൻഡിൽ 511 ഘന അടി ജലമാണ് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്ക് വലിയ പ്രചാരണം ഉറപ്പാക്കുന്നതിനായി NDA സർക്കാർ വിദേശ മാധ്യമങ്ങളെ സ്വാധീനിച്ചെന്ന് വെളിപ്പെടുത്തൽ. സർക്കാരിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ പബ്ലിക് റിലേഷൻസ് ഏജൻസികൾ വഴിയാണ് മാധ്യമങ്ങളെ സ്വാധീനിച്ചതെന്നാണ് റിപ്പോർട്ട്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഇന്ത്യ ബ്യൂറോ ചീഫ് ആനി ഗോവാനാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. അടുത്തിടെ 2 തവണ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഒരു സ്വകാര്യ PR കമ്പനി ഞങ്ങളെ ബന്ധപ്പെട്ടു. പൊതുമുതൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ശരിയാണോയെന്നും അവർ ട്വീറ്റ് ചെയ്തു. സർക്കാർ വക പബ്ലിക് റിലേഷൻ വകുപ്പ് ഉണ്ടായിരിക്കെ മോദി സർക്കാർ സ്വകാര്യ PR കമ്പനികളെ സമീപിക്കേണ്ട ആവശ്യമില്ലെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. ആനിയുടെ ട്വീറ്റിനു താഴെ വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ശനിയാഴ്ച ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് മോദി സംഘടിപ്പിച്ച ദീപാവലി സംഗമത്തിലെ മാധ്യമപ്രവർത്തകർക്കൊപ്പമുള്ള സെൽഫി സംഭവം വാർത്തയാകുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. I think for the nation, we of the tradition, struggling for salvation, we are against vice. I think for the nation, we of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മാധ്യമധർമ്മവും സംസ്കാരവും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത വാർത്തകളാണ് ഇന്നലെ ചാനലുകളിൽ നിറഞ്ഞുനിന്നത്. വാർത്തകൾക്ക് വിവാദമുഖം സൃഷ്ടിക്കാൻ വെമ്പൽ കൊള്ളുന്ന മാധ്യമങ്ങൾ ഒരു മതപണ്ഡിതന്റെ പേരിൽ കള്ളവാർത്ത ചമച്ചായിരുന്നു ഇന്നലെ വിവാദത്തിന്റെ പുകമറ സൃഷ്ടിച്ചത്. സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്ന് കാന്തപുരം പറഞ്ഞു എന്നായിരുന്നു മുഴുവൻ ചാനലുകളിലെയും ബ്രേക്കിംഗ് ന്യൂസും ചർച്ചയും സംവാദങ്ങളും. എന്നാൽ കാന്തപുരം പറഞ്ഞതിന്റെ ശബ്ദരേഖ ഈ ചാനലുകളൊന്നും പുറത്തുവിട്ടതേയില്ല.
പ്രസംഗത്തിന്റെ യഥാർത്ഥ വീഡിയോ പുറത്തുവിട്ടാൽ തങ്ങളുടെ വിവാദ വാർത്തകളും ചർച്ചകളും അസ്ഥാനത്താകും എന്ന ചിന്തയായിരിക്കണം ഇതിന് കാരണം. സ്ത്രീകളുടെ മഹത്വങ്ങളും അവർക്കുള്ള പ്രത്യേകതകളും എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്ന വാക്കിനെ നേരെ തിരിച്ചിട്ട് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്നാക്കി വിവാദങ്ങളും ചർച്ചയുമാക്കി ഇന്നലെ വാർത്തകൾ കൊഴുപ്പിച്ച ചാനലുകൾ എന്നാൽ കള്ളവാർത്തകൾക്ക് അല്പായുസ് മാത്രമായിരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ഒരു കുഞ്ഞു പിറന്നാൽ വാത്സല്യത്തിന് വേണ്ടി പിതാവ് ഒന്ന് വാങ്ങി 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അവൻ തിരിച്ചു കൊടുക്കുകയാണ്. ആ കുഞ്ഞിനെ വളർത്താനും ആ കുഞ്ഞിനെ വൃത്തിയായി കൊണ്ടു നടക്കാനും അവരെ ഉറക്കാനും അവർക്ക് പാല് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഇതിന്റെ ഒരു കഴിവ് സ്ത്രീകൾക്കുള്ളതുപോലെ പുരുഷന്മാർക്ക് ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെ സമം പറയുന്നത്? പിന്നെ പ്രസവിക്കാൻ കഴിവില്ലാതെ ഏതായാലും ഉറപ്പല്ലേ, അവന് ഞാൻ പറയേണ്ടതില്ല, അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. പുരുഷന്മാർക്ക് പ്രസവിക്കാൻ കഴിവില്ലെന്നത് പറയേണ്ടതില്ല, അതിന് സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. ഉസ്താദിന്റെ വാക്കുകൾ ഒന്നുകൂടെ കേൾക്കാം. പ്രസവിക്കാൻ കഴിവില്ലാതെ ഏതായാലും ഉറപ്പല്ലേ, അവന് ഞാൻ പറയേണ്ടതില്ല, അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. മാധ്യമപ്രവർത്തകരുടെ തലതിരിഞ്ഞ ചെവിയിലൂടെ കേട്ടത് ഇങ്ങനെയല്ല. സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് അവർ കേട്ടത്. ഇവിടെയാണ് മാധ്യമപ്രവർത്തകരുടെ നീച മനസ്സ് മറനീക്കി പുറത്തുവരുന്നത്. മാധ്യമങ്ങൾ വഞ്ചന നടത്തിയത് ഒരു പണ്ഡിതനോടോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടോ മാത്രമല്ല, മുഴുവൻ സമൂഹത്തെയാണ് കള്ളവാർത്ത നൽകി മാധ്യമങ്ങൾ വഞ്ചിച്ചിരിക്കുന്നത്. വ്യാജവാർത്ത നൽകി വിവാദങ്ങൾ സൃഷ്ടിച്ച മാധ്യമങ്ങൾ സമൂഹത്തോട് മാപ്പു പറയണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കാന്തപുരം ഉസ്താദിന് സപ്പോർട്ടുമായി സോഷ്യൽ മീഡിയയും രംഗത്തെത്തി. മർക്കസ് ബോർഡിംഗ് ഫെസ്റ്റ് ഇംപ്രിൻസ് 2015 പ്രൌഢമായ തുടക്കം. VPM ഫൈസിയുടെ അധ്യക്ഷതയിൽ മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു. സർഗാത്മക കഴിവുകളുള്ള വിദ്യാർത്ഥികളാണ് മർക്കസിന്റെ മുതൽക്കൂട്ടെന്നും വിവിധങ്ങളായ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനും വ്യത്യസ്തമായ മേഖലകളിൽ ഭാവിയിൽ മികച്ച പ്രതിഭകളെ വാർത്തെടുക്കാനും ഇത്തരം കലാമേളകൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ 100-ലേറെ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളിൽ മാറ്റുരക്കും. ഇന്നലെ രാവിലെ 9 മണിക്ക് ബോർഡിംഗ് അലുമിനി മീറ്റിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 10 മണിക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. മത, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. ഉനൈസ് കൽപ്പകഞ്ചേരി, നോളജ് സിറ്റി CEO EV അബ്ദുറഹ്മാൻ, ലത്തീഫ് സഖാഫി പെരുമുഖം, മഹ്മൂദ് ചേവായൂർ, അലി അക്ബർ, ബഷീർ സഖാഫി കാരക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. അഹ്ബാബുൽ ഗൗസിയ അൽ ഐൻ കമ്മിറ്റിയുടെ പ്രഥമ കുണ്ടൂരുസ്താദ് സ്മാരക അവാർഡിന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അർഹനായി. പതിറ്റാണ്ടുകളായി ദർശനരംഗത്തും സുന്നി സംഘടനാ രംഗത്തും ഒരുപോലെ മുഖമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഈ സവിശേഷതയാണ് അദ്ദേഹത്തെ അവാർഡിന് തിരഞ്ഞെടുത്തത്. SYS സംസ്ഥാന പ്രസിഡന്റ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ സെക്രട്ടറിയുമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമസ്ത ഫത്വ കമ്മിറ്റി അംഗവും നിരവധി സ്ഥാപനങ്ങളുടെ ഭാരവാഹിയുമാണ്. നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പൊന്മളയിലെ മുഹമ്മദ് ഹാജിയുടെയും ഖദീജയുടെയും മകനായി 1953 ജനിച്ച അദ്ദേഹം ദർസ് പഠനത്തിന് ശേഷം ദയൂബന്ദ് ദാറുൽ ഉലൂമിൽ നിന്നാണ് MA ബിരുദം നേടിയത്. പല സ്ഥലങ്ങളിലും ദർസ് നടത്തിയിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ മഞ്ചേരി ഹിക്കമിയ ശരിയത്ത് കോളേജിലെ പ്രധാന മുദരിസാണ്. പ്രമുഖ പണ്ഡിതന്മാരടങ്ങുന്ന ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തിന്റെ ഉടമയാണ്. കുണ്ടൂരുസ്താദ് 10ാം ഉറൂസ് മുബാറക്കിന്റെ സമാപനമായി നടക്കുന്ന ഹുബ് റസൂൽ സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവാർഡ് സമ്മാനിക്കും. ക്യാഷ് അവാർഡും ഫലകവും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സാമൂഹിക സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ അംഗീകരിക്കാനാവില്ലെന്ന് SSF സംസ്ഥാന ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ CK ഷക്കീർ അഭിപ്രായപ്പെട്ടു. കാസർകോട് ജില്ലാ ഹയർ സെക്കൻഡറി ക്യാമ്പസ് സമ്മേളനങ്ങളുടെ സമാപനം കുറിച്ച് നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സാമൂഹിക നിയമങ്ങളെ പൊളിച്ചെഴുതിയാൽ സമൂഹത്തിന്റെ സന്തുലനാവസ്ഥയെ ബാധിക്കും. ചിലർ ചെയ്യുന്ന ആഭാസങ്ങളുടെ പേരിൽ ഒരു തലമുറയെ തന്നെ പഴിക്കുന്ന പ്രവണതയെ ഉൾക്കൊള്ളാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇബ്നു ഹൈസം സ്ക്വയറിൽ ചേർന്ന ക്യാമ്പസ് സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സെഷനുകൾക്ക് SSF സംസ്ഥാന സമിതി അംഗം ഫൈലുർ റഹ്മാൻ ഇർഫാനി, സർ സയ്യിദ് കോളേജ് പ്രൊഫസർ സിദ്ദീഖ് ഇരിങ്ങൽ നേതൃത്വം നൽകി.
മർക്കസിന് ആംബുലൻസ് സംഭാവന നൽകുമെന്ന് 2002 വർഷത്തിൽ പുറത്തിറങ്ങിയ സഖാഫികളുടെ സംഗമം പ്രഖ്യാപിച്ചു. ഇതിന്റെ ഫണ്ട് ഉദ്ഘാടനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ താക്കോൽ കൈമാറ്റം നടക്കും. മർക്കസിൽ നടന്ന സംഗമം മീലാദ് സമ്മേളനം വിജയിപ്പിക്കുവാൻ തീരുമാനിച്ചു. സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ഉദ്ഘാടനം ചെയ്തു. C മുഹമ്മദ് ഫൈസി, VPM വില്യാപ്പള്ളി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു. സിൽവർ ജൂബിലി സഖാഫി ഷൂറ പുനഃസംഘടിപ്പിച്ചു. സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി ചെയർമാനും പറവൂർ അബ്ദുറഹീം സഖാഫി ജനറൽ കൺവീനറും അബ്ദുസത്താർ സഖാഫി ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ ജില്ലകളിലെയും UAE, ഖത്തർ, ബഹ്റൈൻ, സൌദി, കുവൈറ്റ്, മലേഷ്യ, സിംഗപ്പൂർ എന്നീ വിദേശ രാഷ്ട്രങ്ങളിലേക്കും കോർഡിനേറ്റർമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നടക്കും. അടുത്ത മാസം 12-ന് ശനിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ പട്ടാമ്പിയിൽ പ്രത്യേകം സജ്ജീകരിക്കുന്ന ഓപ്പൺ വേദിയിൽ പ്രവാചക പ്രകീർത്തന പ്രഭാഷണങ്ങളും മദ്ഹ് ആലാപനവും നടക്കും. ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലാ, സോൺ, സർക്കിൾ, യൂണിറ്റ് തലങ്ങളിൽ സെമിനാറുകൾ, മൗലിദ് സദസ്സുകൾ, അലങ്കാരങ്ങൾ, പ്രഭാഷണങ്ങൾ, ലഘുലേഖ വിതരണം തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. 2016 ജനുവരി 10 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന് സ്നേഹറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്നതാണ് പ്രമേയം. ഇതു സംബന്ധമായി ചേർന്ന സംസ്ഥാന ക്യാബിനറ്റിൽ പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് ത്വാഹ സഖാഫി, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം കോഴിക്കോട് നഗരം സ്നേഹോത്സവമായി ആചരിക്കും. തിരുനബിയുടെ സ്നേഹസന്ദേശത്തെ അധികരിച്ച് സെമിനാർ, മൗലിദ് ജൽസ, സ്വീറ്റ് മീലാദ്, സർഗമേള, പ്രകീർത്തന പ്രഭാഷണം, അന്നദാനം തുടങ്ങിയ പരിപാടികൾക്ക് SYS ജില്ലാ കാര്യാലയത്തിൽ ചേർന്ന യോഗം രൂപം നൽകി. സയ്യിദ് അൻസാർ തങ്ങൾ അവേലം അധ്യക്ഷത വഹിച്ചു. സയ്യിദ് മുല്ലക്കോയ തങ്ങൾ, അബ്ദുൽ ഹമീദ് സൈനി, അഷ്റഫ് സഖാഫി, KC അബ്ദുൽ ഖാദർ, കുഞ്ഞാലൻകുട്ടി ഹാജി, KK ഷമീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിൽ SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹയർ സെക്കൻഡറി സമ്മേളനം കാലിക്കറ്റ് ടവറിൽ സമാപിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഉപാധ്യക്ഷൻ ഇബ്രാഹിം സഖാഫി താത്തൂർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് സ്വാലി തുറാബ് തങ്ങൾ, K അബ്ദുൽ കലാം, റഷീദ് നരിക്കോട്, CK റാഷിദ് ബുഖാരി, അബ്ദുൽ ജലീൽ അഹ്സനി, കാന്തപുരം തുടങ്ങിയവർ പ്രസംഗിച്ചു. മർക്കസ് കോംപ്ലക്സ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വിദ്യാർത്ഥി റാലി ടൗൺ ഹാൾ പരിസരത്ത് സമാപിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തം. ബജറ്റ് ദിനത്തിൽ നിയമസഭയിലെ കയ്യാങ്കളി, 6 പ്രതിപക്ഷ MLA-മാർക്കെതിരെ കേസെടുത്തു. ഹരിയാനയിൽ പശുവിനെ കടത്തുന്നതിനിടെ വെടിവെപ്പ്, ഒരാൾ കൊല്ലപ്പെട്ടു. പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ മോദി വിദേശ മാധ്യമങ്ങളെ സ്വാധീനിച്ചുവെന്ന് വെളിപ്പെടുത്തൽ. സഖാഫികൾ വക മർക്കസിന് ആംബുലൻസ്, അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ താക്കോൽദാനം നിർവഹിക്കും. അഹ്ബാബുൽ ഗൗസിയയുടെ പ്രഥമ കുണ്ടൂർ ഉസ്താദ് സ്മാരക അവാർഡിന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അർഹനായി. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സാമൂഹ്യ സ്വാതന്ത്ര്യം ഹനിക്കരുതെന്ന് SSF. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.